അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഔദാര്യവാനായ അള്ളാഹുവിനോട് എപ്പോഴും അതിനുവേണ്ടി ദുആ ചെയ്യുന്നു. ലോകത്ത് ഓരോ മണിക്കൂറിലും അനേകം കുട്ടികളാണ് പിറന്നു വീഴുന്നത്, ജനിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തും ഓരോ മണിക്കൂറിലും അനേകം കുട്ടികൾ ആണും പെണ്ണുമൊക്കെയായിട്ട് പിറന്നു വീഴുന്നുണ്ട്. എന്നാൽ ഈ പിറന്നു വീഴുന്ന കുട്ടികളിൽ ഒരുപാട് ന്യൂനതകളും വൈകല്യങ്ങളുമായിട്ട് പിറന്നു വീഴുന്ന അനേകം കുട്ടികളുണ്ട്. ഒരു ഉടലും രണ്ട് തലയുമായിട്ട് പിറന്നു വീഴുന്ന കുട്ടികൾ, ആ രണ്ട് തലയിൽ 4 കണ്ണുകളുമായിട്ട് പിറന്നു വീഴുന്ന കുട്ടികൾ, ഒരു തല വളരെ ചെറിയ തലയായിട്ട് പിറന്നു വീഴുന്ന കുട്ടികൾ, പിറക്കുമ്പോൾ തന്നെ വലിയ മനുഷ്യരുടെ അത്രയുമുള്ള ഒരു തലയുമായിട്ട് പിറന്നു വീഴുന്ന കുട്ടികൾ, അങ്ങനെ മൂക്ക് അമിതമായ നീളമുള്ള കുട്ടികൾ, തീരെ മൂക്കില്ലാത്ത കുട്ടികൾ, കണ്ണ് അകത്തേക്ക് കുഴിഞ്ഞു പോയ രീതിയിൽ, അങ്ങനെ പല വിധത്തിലുള്ള വൈകല്യങ്ങളും ന്യൂനതകളുമായിട്ട് പിറന്നു വീഴുന്ന അനേകം കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് ചികിത്സിച്ചാലും സാധ്യമല്ലാത്ത നിലയിൽ ന്യൂനതകളും വൈകല്യങ്ങളും പിടികൂടിയ എത്രയോ കുട്ടികളാണ്. ഇവിടെ നിന്നുകൊണ്ട് വേണം സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തെ സംബന്ധിച്ചോർക്കാൻ. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, നമ്മുടെ മാതാപിതാക്കൾക്ക് അവൻ ജന്മം നൽകി, അള്ളാഹു നമുക്ക് സന്താനങ്ങളെ തന്നു. പക്ഷെ അവരിലൊന്നും അള്ളാഹു താല ഒരു ന്യൂനത വെച്ചില്ല, ഒരു വൈകല്യവും നമുക്കോ നമ്മുടെ മക്കൾക്കോ അള്ളാഹു താല തന്നില്ല. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ നല്ല ഭംഗിയുള്ള ചൊവ്വായ രീതിയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചതെന്ന് ഖുർആനിൽ അള്ളാഹു താല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒരു ന്യൂനതയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നില്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സന്താനങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നില്ല. ഒരവയവത്തിനും ഒരു കുഴപ്പവുമില്ല. നമ്മുടെ കണ്ണ് അകത്തേക്ക് കുഴിഞ്ഞിട്ടില്ല, നമ്മുടെ മൂക്ക് അമിതമായിട്ട് നീണ്ടിട്ടില്ല, നമ്മുടെ പല്ല് പുറത്തേക്ക് ഉന്തിയിട്ടില്ല. ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹത്തിന് നമ്മൾ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാറുണ്ടോ? അള്ളാഹുവിന് നമ്മൾ ശുക്ർ ചെയ്യാറുണ്ടോ? കുറഞ്ഞ പക്ഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഓരോ ദിവസവും എത്രയോ സമയമാണ് നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുന്നത്. വീട്ടിൽ നിന്നും യാത്ര പുറപ്പെടാൻ നേരത്ത്, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ നേരത്ത് കണ്ണാടിയിൽ നോക്കാത്തവരാരും ഉണ്ടാവുകയില്ല. എത്ര സമയമാണ് ഒരു ദിവസം കണ്ണാടിയിൽ നമ്മൾ നോക്കി ചിലവഴിക്കുന്നത്? ആ കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, കണ്ണാടിയിലേക്ക് നോക്കി നമ്മുടെ മുഖം നമ്മൾ നേരിട്ടൊന്ന് കാണുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സൗന്ദര്യത്തെ, നമുക്ക് നൽകിയ അനുഗ്രഹത്തെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നായിക്ക് 2 കണ്ണുകൾ ഇരിക്കുന്ന സ്ഥാനത്ത് 2 ദ്വാരമായിരുന്നുവെങ്കിൽ, മൂക്കിൻ്റെ സ്ഥാനത്ത് ഒരു ദ്വാരമായിരുന്നുവെങ്കിൽ, വായുടെ സ്ഥാനത്തൊരു ഗുഹ പോലെയായിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, എത്രയോ വികൃതമായിട്ടായിരുന്ന ആളുകൾ നമ്മളെ കാണുന്നത് അറപ്പോടും വെറുപ്പോടും കൂടിയായിരുന്നു. ഇവിടെയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഒരു ദുആ ചെയ്യണം. അത് അള്ളാഹുവിനോടുള്ള ശുക്റാണ്. ഇത്രയും നല്ല സുന്ദരമായ ഒരു ന്യൂനതയുമില്ലാത്ത 2 കണ്ണുകൾ വെക്കേണ്ട സ്ഥാനത്ത് വെച്ചു, മൂക്ക് വെക്കേണ്ട സ്ഥാനത്ത് വെച്ചു, വാ വെക്കേണ്ട സ്ഥാനത്ത് വെച്ചു, ചെവി വെക്കേണ്ട സ്ഥാനത്ത് വെച്ചു. ആ വായുടെ ഉള്ളിൽ അള്ളാഹു താല നമുക്ക് സംസാരിക്കാൻ ഒരു നാവ് തന്നു, ചവയ്ക്കാൻ അള്ളാഹു പല്ലുകൾ തന്നു, അള്ളാഹു അതിനു വേണ്ടത് എല്ലാ സംവിധാനങ്ങളും തന്നു. എത്രയോ വലിയ അനുഗ്രഹമാണ് അള്ളാഹു താല നമുക്ക് നൽകിയത്. അലം നജ്അൽ ലഹു ഐനൈൻ, 2 കണ്ണുകൾ തന്നില്ലയോ? എത്രയോ അത്ഭുതമാണ് ഈ കണ്ണുകൾ. ആ കണ്ണിൻ അള്ളാഹു താല 2 പോളകൾ തന്നില്ലയോ? ആ 2 പോളകളിൽ മുകളിലത്തെ പോളയുടെ രോമത്തെ അള്ളാഹു മുകളിലേക്കാക്കി, മുകളിൽ നിന്നും പൊടിപടലങ്ങൾ വരുമ്പോൾ അവിടെ തങ്ങിയിരിക്കുവാൻ, അവിടെ തങ്ങാതെ താഴേക്ക് വീഴുകയാണെങ്കിൽ അത് താഴെ തങ്ങാതിരിക്കാൻ താഴത്തെ പോളയുടെ രോമങ്ങൾ അള്ളാഹു താല താഴ്ഭാഗത്തിലേക്കാക്കി. എത്ര നന്നായിട്ടാണ് അള്ളാഹു താല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ ഈ ദുആ ചെയ്യണം. അല്ലാഹുമ്മ അന്ത ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. അല്ലാഹുവേ, നിനക്ക് എത്രയോ സ്തുതി, നീ എൻ്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കി തന്നു, എൻ്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കി സൃഷ്ടിച്ചു, ഒരു ന്യൂനതയുമില്ലാതെ.
ഫഹസ്സിൻ ഖൽഖി ഫഹസ്സിൻ ഖുലുഖി, എൻ്റെ സ്വഭാവത്തെയും അങ്ങ് നന്നാക്കി തരണമേ എന്ന് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്ന് ചെയ്തു നോക്കൂ സഹോദരങ്ങളെ. അല്ലാഹു തആല നൽകിയ ഈ ആരോഗ്യത്തിനും ഈ സൗന്ദര്യത്തിനും ഈ വൈകല്യങ്ങളില്ലാത്ത ശരീരത്തിനും പടച്ചവനെ ഒന്ന് ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല നമ്മുടെ ജീവിതം അവൻ്റെ പൊരുത്തത്തിലാക്കി നാളെ ജന്നാത്തുൽ ഫിർദൗസ് അനന്തരമെടുക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും ഇത് കേൾക്കുക, ഈ ദുആ പഠിക്കുക. അല്ലാഹുമ്മ അൻത ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. ഈ ദുആ നിങ്ങൾ പഠിക്കണം, വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. തീർച്ചയായിട്ടും കണ്ണാടിയിൽ നോക്കുമ്പോൾ പോലും നമുക്കത് പ്രതിഫലാർഹമായി തീർക്കാം. ഒരു സുന്നത്ത് നമുക്കവിടെ കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് ഇതുപോലെയുള്ള അറിവുകൾ എത്തിച്ചേരും. വീണ്ടും നമുക്കൊരറിവുമായിട്ട് കാണാം. ദുആ വസിയ്യത്തോടെ നിങ്ങളുടെ ദുആ വസിയ്യത്തുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.